നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചൈന സന്ദർശനം, ട്രംപിൻ്റെ യാത്ര എന്ന് പറയുന്നത് ട്രംപ് ഒരു തോറ്റ ആളായിട്ടാണോ, ദുർബല വ്യക്തിയായിട്ടാണോ, തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത പടനായകനായിട്ടാണോ, അതോ കാല് പിടിക്കാനാണോ ട്രംപ് ചൈനയിലേക്കുള്ള യാത്ര? എന്താണ് മാധ്യമങ്ങൾ ഈ വിഷയം പലതരത്തിൽ പോർട്രേ ചെയ്യുന്നു? ട്രംപ് കാല് പിടിക്കാൻ പോകുന്നു, ഒരു കൂട്ടർ പറയുന്നു. നമുക്കിന്ന് അറിയേണ്ടിയിരിക്കുന്നു ട്രംപിൻ്റെ സന്ദർശനം എന്തുകൊണ്ടാണ്. ഞാൻ പറയുന്നു, ട്രംപ് ചൈനയിലേക്ക് പോകുന്നത് ഒരു താക്കോലുമായിട്ടാണ്. താക്കോൽ ഒരു പക്ഷെ അദ്ദേഹം കൈ ഉയർത്തിപ്പിടിച്ചിട്ട് പറയും. ഷീ ജിൻപിങ് പറയാൻ പോവുകയാണ് ലോകത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധി. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്, ഉപയോഗം കുറയ്ക്കൂ, വിദേശയാത്ര ഒഴിവാക്കൂ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തിയായ നമ്മൾ, ജനസംഖ്യയിൽ ശക്തിയായ നമ്മൾ, ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായ നമ്മൾ, നമ്മുടെ ആഭ്യന്തരം, നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹത്തായ രാജ്യം ഇനി വരാൻ പോകുന്ന എണ്ണ എങ്ങനെയായിരിക്കും എന്ന് പാകപ്പെടുത്താനുള്ള ശ്രമമാണ്. കാരണം ഇനി വരാൻ പോകുന്ന നാടുകൾ വെല്ലുവിളി എക്കോണമിക് വാർഫെയർ. ഇതെന്ന് പറയുന്നത് പഴയ കാലത്തിലെ പോലെ മിസൈലുകൾ കൊണ്ടോ ഡ്രോണിൻ്റെ അല്ല. ഇനി വരാൻ പോകുന്ന ചോക്ക് പോയിന്റുകൾ, ഓരോ രാജ്യത്തെയും ചോക്ക് ചെയ്യുക. ഇതിന് എങ്ങനെയാണ് ജനങ്ങളെ പ്രിപ്പയർ ആക്കേണ്ടത് എന്നാണ് ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മൾ അപേക്ഷിച്ച് എവിടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ കിടക്കുന്നില്ല. അപ്പോൾ ട്രംപ് അവിടെ എത്തുന്നത് ഒരു താക്കോലുമായിട്ടാണ്. ആ താക്കോല് മുന്നിൽ വെച്ചുകൊണ്ട് ഷീ ജിൻപിങ്ങിനോട് ആവശ്യപ്പെടും, ഈ താക്കോൽ കൊണ്ട് ഒരുപക്ഷെ ഞാൻ തിരിച്ചാൽ ഒരുപക്ഷെ ഊർജ്ജ പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും പരിഹാരമാകും. 30% എണ്ണയാണ് കുറവ് വന്നിരിക്കുകയാണ് ഇവിടെ ഈ ചൈനയിൽ. അതുകൊണ്ട് വ്യവസായ യന്ത്രം നടക്കുന്നില്ല, അവിടുത്തെ ഉൽപ്പാദനം കുറയുന്നു, വിലക്കയറ്റം കൂടുന്നു. 19% എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അവിടുത്തെ പെട്രോളിന് വില കൂടിയിരിക്കുകയാണ്. ഷീ ജിൻപിങ്ങിന് എന്ത് വില കൊടുക്കും? എണ്ണയുടെ ഒഴുക്ക് സാധാരണ ലെവലിലേക്ക് എത്തിക്കണം, വിലക്കയറ്റം കുറയ്ക്കണം, ചൈനയുടെ വ്യവസായ യന്ത്രം പഴയ പോലായി മാറണം. കാരണം ചൈനയുടെ കയറ്റുമതി മന്ദഗതിയിൽ ആയിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ആ പിടുത്തം, അല്ലെങ്കിൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വലുതാകും. ഷീക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബുധനാഴ്ച ബീജിംഗ് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പോകുന്ന ട്രംപാണ്. അതിനാൽ ട്രംപ് ബീജിംഗിലേക്ക് പോകുന്നത് ഒരു ദുർബലനായിട്ടല്ല, വാതിൽ തുറക്കാൻ കഴിവുള്ള ഏക താക്കോൽ കയ്യിലുള്ള ഒരാളുടെ പോയിരിക്കുന്നത്. ട്രംപ് ഒറ്റയ്ക്കല്ല പോകുന്നത്, ടിം കുക്കും ഇലോൺ മസ്കും കൂടെയുണ്ട്. ഇലോൺ മസ്കിന് ഷാങ്ഹായിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി. ടിം കുക്ക് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ സിഇഒയ്ക്കാണ് അവിടുത്തെ എല്ലാവരും സപ്ലൈ ചെയിനും. അതുകൊണ്ട് ട്രംപ് പോകുന്നത് പലരും ചൈനയെ പറ്റി അറിയുന്ന ആളുകളുമായിട്ടാണ് പോരുന്നത്. പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ടെക്നോളജിക്കൽ കമ്പനീസ് ആരുമില്ല. ഓപ്പൺ എയോ അല്ലെങ്കിൽ എൻവിഡിയോ, സാധാരണ ട്രംപ് എൻവിഡിയോ അല്ലെങ്കിൽ എൻവിഡിയോ ജെൻസൺ ഹോങ്ങോ അല്ലെങ്കിൽ ഓപ്പൺ എയർ സാം ആൽട്ട്മാനോ ഒക്കെയാണ് പോകാറ്. ഇവരൊന്നും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയിരിക്കുന്നത് മുഴുവൻ ബിസിനസ്സുകാരെ മാത്രമാണ്. അത് പറയുന്നത് ഞാൻ ടെക്നോളജി ഷെയർ ചെയ്യാൻ തയ്യാറൊന്നുമല്ല. പക്ഷേ അതായത് ഇവർ ചർച്ച നടത്താൻ പോകുന്നത് സാധാരണ ടെക്കോ ഡിപ്ലോമാറ്റുകളാണ്, അതായത് സമ്മർദ്ദ ബിന്ദുവാണ്. അതായത് ഇത്രയും വലിയ ഇവർക്ക് എല്ലാവർക്കും അവിടെ ഫാക്ടറീസ് ഉണ്ട്, സമ്മർദ്ദം സൃഷ്ടിക്കുക. അതായത് ട്രംപ് ബീജിങ്ങിലേക്ക് വെക്കാൻ പോകുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ കുറിച്ച് എന്നെ സഹായിക്കൂ, അല്ലെങ്കിൽ ഇറാനെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തൂ എന്നൊക്കെ ഒരു പക്ഷേ കേരളത്തിലെ പല അന്വേഷണങ്ങളും പറയുമായിരിക്കും. അല്ല, എണ്ണയുടെ ഒഴുക്ക് ഞാൻ പഴയ പോലെ സാധാരണ ലെവലിലേക്ക് എത്തിക്കാം, പക്ഷെ അതിന് പകരമായിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് ഇളവുകൾ വേണ്ടി വരും. ധാതുക്കളായിരിക്കാം, ഒരുപക്ഷെ പ്രൊഡക്ഷൻ സംഭവങ്ങളായിരിക്കാം, പല അമേരിക്കൻ പ്രൊഡക്ട്സിന് ഇറക്കുമതിയായിരിക്കാം. ഇതാണ് എക്കോണമിക് വാർഫെയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഡ്രോൺ കൊണ്ടല്ല. ചോക്ക് പോയിന്റ്, അതായത് 30% ഇടിവ് വന്നപ്പോൾ ട്രംപ് ഇവിടുന്ന് ആരംഭിച്ചിരിക്കുന്നത്, മഡൂറോ എന്ന് ആരംഭിച്ചു, പിന്നെ ഇറാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ട്രംപ് അവിടെ എത്താൻ പോകുന്നത്. ട്രംപിൻ്റെ അതായത് വലിയ പണിയുമായിട്ടാണ് മൈ ഫ്രണ്ട് ബീജിങ്ങിൽ ഇറങ്ങാൻ പോകുന്നത്. ദുർബലനായിട്ടല്ല വന്നിരിക്കുന്നത്. ട്രംപിൻ്റെ കയ്യിലുള്ള പല കാർഡുകളും ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ.